ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റെതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാവുമായിരുന്നു എന്നാണ്. ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടറുമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണുമായിരുന്നു. പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കഴിയും. ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ 18ാമത്തെ ലൈൻ, stomach contained a few black granule particles mixed with unidentified material, no unusual smell. മുകളിൽ കൺഫ്യൂഷനൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങൾ. അതൊന്നും മരണകാരണമല്ല. പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കിൾസ് പോയിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് stomach contained a few black granules mixed with soft unidentified materials having no unusual smell. മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നല്ലല്ലോ, അതില് മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ? അല്ല, സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്. അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ, അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിന്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4ാമത്തെ പാരഗ്രാഫ് പറഞ്ഞത്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്. ഓൺ റിമൂവ് അവരിവിടെ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ എങ്ങനെയാണോ ആ ബോഡി ഇരുന്നത് അത് കണ്ടു എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണോ ബോഡി ഇരുന്നത് ഒരിക്കലും മെഡിക്കൽ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം എന്നല്ല, മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നില്ലല്ലോ. ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. അതിനെ വേറെ ഏതെങ്കിലും കമ്പോ മറ്റ് കാര്യങ്ങളോ ഒന്നും വെച്ച് കെട്ടിവെക്കുകയോ അതൊന്നുമില്ല. കുടുംബം എന്താണോ സമാധി എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. അല്ല, അദ്ദേഹം സമാധിയായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ. വടിയൊന്നുമില്ല. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീരപുഷ്ടിയും ഒരു കുറവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ചക്കുറവ്, പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടക്കാൻ പറ്റില്ല. അത്ര വ്യത്യാസമുള്ള, അല്ലാതെ ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്തായ ആഹാരം തന്നെ അവർ കഴിച്ചത്. നന്നായിട്ട് തന്നെ ഇരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് മരണകാരണം അതല്ല എങ്കിൽ പോലും ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. തലയുടെ ബാക്കിൽ. ശിവന് കൈലാസമുള്ള ഈ സത്യസന്ധത ഒരിക്കലും ഒരു കൊതു കടിക്കാനാണ് ഞങ്ങൾ അനുവദിച്ചിട്ട്. അത്ര നല്ല രീതിയിലാണ്. ദിവസം കുളിക്കുന്ന ആളാണ്. മുഖത്തൊരു മുറിവുണ്ട്, മൂക്കിനൊരു മുറിവുണ്ട്. അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന, ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം സത്യമായിട്ട് ഈശ്വരന്റെ മുമ്പ് ഒരിക്കലും. ആ ഇഞ്ചുറീസിന്റെ തൊട്ട് താഴെ there was no injury to deeper structures including skeleton. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ചതവുകൾ എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് മരണകാരണമല്ലായിരിക്കാം, പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിച്ചു എന്നുള്ളത്. അല്ല, അത് ഇവരെ പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഒരു കുറവില്ലായിരുന്നു, സുഖമായി നടക്കുമായിരുന്നു. പക്ഷെ ഈ ചതവുകൾ എങ്ങനെയാണ് മരണത്തിന് എങ്ങനെ സംഭവിച്ചത്? അല്ല, there was no injury to deeper structures including skeleton. ആഴത്തിന്റെതല്ല, മുറിവുകൾ ഉണ്ടായിരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് എവിടെയൊക്കെയാണെന്നുള്ളതും അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചതവുകളുണ്ട്. പക്ഷെ അത് മരണകാരണമല്ല. പക്ഷെ ചതവുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ചതവുകളെന്നാണ്
ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി വിറവ് ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറക് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് മരം തടിയെടുത്ത് ചുമന്ന് പുളിയും പറകും ഉൾപ്പെടെ ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം നിലനിർത്തി തോളില് നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാം. ചവിട്ടി വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. ഇതിലിപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പോലീസ് തന്നെ കിട്ടും. അല്ല അതല്ല, നേരത്തെ ഈ ചതവും മുറിവും ഒക്കെ ഉണ്ടായിരുന്നു ശരീരത്തിൽ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തിനും വരില്ല. അങ്ങനെയല്ലേ ഈ മരിക്കുന്ന ദിവസം അങ്ങനെയൊന്നും സംഭവമൊന്നും ഇല്ലായിരുന്നു. പൊന്നു മോളെ, സത്യം ശിവന്റെ നടയില് നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ പ്രകടമായ മുറിവുകൾ എന്തെങ്കിലും ഇഷ്ടം കൈലാസം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിലിപ്പോ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. എത്ര വർഷം കൊണ്ട് അച്ഛൻ ഈ സന്യാസ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് മാത്രമേ ഈ സമാധി എന്ന് പറഞ്ഞത് ആകാൻ സാധ്യതയുള്ളൂ. പക്ഷെ അത് എല്ലാവരും കൊണ്ടും സമാധി ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെ ഓക്കെ. ഈ പുള്ളി ഇവിടെ കിടക്കുന്ന സമയത്തും പുള്ളി ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പും ഒക്കെ ഈ പറയുന്ന ചതവുകളും മുറിവുകളും ഒക്കെ ശരീരത്തിൽ അങ്ങനെ ഒരു കുറവില്ല. ഇല്ലാത്ത എന്തിനാണ് പറയണത്? ഞങ്ങളല്ലേ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം അത് കുഴപ്പമില്ല. അല്ല ഇനി